ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ കാർത്തികയും കാദംബരിയും കൂടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കാദംബരി അവിടെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ലക്ഷ്മി അമ്മ കാദംബരിയോട് പറയാണ്, മോളെ നിനക്ക് കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിന്നൂടെ, നീയും കുഞ്ഞും അവിടെ തനിച്ചല്ലേ, രതീഷ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർത്തികയും പറയാണ്, അതെ ഞാനും ദിലീപേട്ടനും പോയി കഴിഞ്ഞാൽ അമ്മ ഇവിടെ തനിച്ചാണ്, കാദംബരി ചേച്ചിക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, എന്തായാലും രതീഷേട്ടൻ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്ക് എന്നിങ്ങനെ കാദംബരി പറയുന്നുണ്ട്. എന്നിട്ട് കാദംബരി പറയാണ്, എന്നോട് കല്യാണി പറഞ്ഞായിരുന്നു ഞാൻ എന്തായാലും പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞായതിനു ശേഷം കമ്പനിയിലോട്ടൊന്നും പോകാറില്ലല്ലോ, പക്ഷേ അവൾ എനിക്ക് കൃത്യമായി എല്ലാ മാസവും ശമ്പളം തരുന്നുണ്ട്, അങ്ങനെ ശമ്പളം എല്ലാ മാസവും തന്നോളാം, പിന്നെ ലക്ഷ്മി അമ്മയ്ക്ക് കൂട്ടായി ഇവിടെ നിൽക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, ഞാനും നിനക്ക് എന്തെങ്കിലും തന്നോളാടി, ഞാനും പൈസ തരാം എന്നിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കാർത്തിക പറയാണ്, അത് ജോലിക്കാരി അല്ലെങ്കിൽ അങ്ങനെ ശമ്പളക്കാരി എന്നുള്ള രീതിയിലല്ല കേട്ടോ, ഒരു മകൾ പോയി ആ മകൾക്ക് പകരം മറ്റൊരു മകൾ വരുന്നു, അപ്പോൾ ആ മകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ എന്നിങ്ങനെ കാദംബരി പറയുന്നുണ്ട്. അതിനെന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് രതീഷ് അവിടേക്ക് വരികയാണ്. അങ്ങനെ രതീഷ് വരുമ്പോൾ രതീഷിൻ്റെ മുഖത്ത് ചെറിയൊരു വിഷമമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞിനെയും കാദംബരിയോട് ഇവിടെ നിൽക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു എന്നിങ്ങനെ ലക്ഷ്മി അമ്മ പറയുമ്പോൾ, അതിനെന്താ അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ഞാൻ അതിലൊരു എതിരഭിപ്രായവും പറയുകയില്ല എന്നിങ്ങനെ രതീഷ് പറയുന്നുണ്ട്. അങ്ങനെ കാദംബരി ഒന്നും കൂടെ വന്ന് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങനെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അവളെ കൂടെ പോകുന്നുണ്ട്, രതീഷിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും പറയാണ്, എന്തോ കുഴപ്പമുണ്ടല്ലോ, രതീഷിൻ്റെ മുഖത്ത് എന്തോ വിഷമം പോലെ കണ്ടല്ലോ, എന്തായിരിക്കും മാറി നിന്ന് അവർ സംസാരിക്കുന്നത്, എന്തോ കുഴപ്പമുണ്ട് മോളെ എന്നിങ്ങനെ പറയുകയാണ്. ആ രാഹുൽ അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രതീഷ് കാദംബരിയെ മാറ്റി നിർത്തിയിട്ട് കാദംബരിയോട് പറയുന്നത്, എന്താ രതീഷ് ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അവരറിയാതെ എന്താ എന്നോട് പറയാനുള്ളത്, എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രശ്നമുണ്ട്, നീ എന്തായാലും ഞാൻ നിന്നോട് ഇത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്, അറിഞ്ഞു കഴിഞ്ഞാൽ നീ കരഞ്ഞ് ബഹളം ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. എന്താ രതീഷ് ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. കിരൺ സാറ് ഹരിസാറിനോട് പറഞ്ഞു കല്യാണിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്, എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ കരയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും അവിടേക്ക് എത്തുകയാണ്. എന്താണ് രതീഷ്, എന്താ ഇവളോട് പറഞ്ഞത്, ഇവളെന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരോടും പറയുന്നുണ്ട്, കല്യാണിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, ആശുപത്രിയിലാണ്, കിരൺ സാർ അവിടെയാണ്, എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇവളോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ ആരെങ്കിലും വേണ്ടേ, അപ്പോൾ ഇവളോട് പറഞ്ഞ് ഇവളെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് രതീഷ് പറയുമ്പോൾ കാർത്തിക പറയാണ്, ഞാനും കൂടി വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് പറയാണ്, പെട്ടെന്ന് വരണ്ട, കാരണം ഇവിടെ അച്ഛനൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് കഴിഞ്ഞാൽ കല്യാണിൻ്റെ അച്ഛന് സംശയം തോന്നും, അദ്ദേഹത്തിന് അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവളെയും കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രതീഷും കാദംബരിയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സമയം ലക്ഷ്മി അമ്മയും കാർത്തികയും വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ പറ്റിയത്, ആ രാഹുലായിരിക്കും, എന്തെങ്കിലും ആപത്തുണ്ടായോ, എന്താ മോൾക്ക് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ പ്രകാശനെ കാണിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ കണ്ണാടിൻ്റെ മുന്നിൽ ഇങ്ങനെ മുടിയൊക്കെ ചീകി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർത്തിക അവിടേക്ക് വരികയാണ്. അപ്പോൾ മോള് ഇന്ന് എന്തായാലും കല്യാണിയോട് ഇങ്ങോട്ട് വരാൻ പറയണം, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നൊന്ന് പുറത്തു പോകാം, നീ എന്തായാലും വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ വരികയുള്ളൂ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ അച്ഛ എന്ന് പറയുന്നുണ്ട്. എന്താ മോളെ മോളുടെ മുഖത്തൊരു വിഷമം, മോൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വല്ലതും ഉണ്ടോ, ദിലീപ് എങ്ങനെയുണ്ട് ആള്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ ദിലീപിൻ്റെ അമ്മ മോളിവിടെ മാറി നിൽക്കുന്നില്ല, ഇവിടെ വന്ന് നിൽക്കുന്നില്ല, എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ മോൾക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം ഇല്ല അച്ഛാ എനിക്കൊന്നുമില്ല, അപ്പം എന്തായാലും കല്യാണോട് വിളിച്ച് വിവരം പറയണം കേട്ടോ, ആ രാഹുൽ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അവനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവൻ്റെ പള്ളയ്ക്ക് ഞാൻ കത്തി കയറ്റും, എൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരുത്തിനും ജീവിച്ചിരിക്കേണ്ട, എന്തായാലും ആ ഗംഗാപ്രസാദ് എന്തായാലും CI അന്വേഷണമൊക്കെ തുടരട്ടെ, അയാൾ എന്ത് കണ്ടുപിടിക്കാൻ നോക്കാമല്ലോ, എന്തായാലും ഗംഗപ്രസാദിനെ കൊണ്ടുള്ള ഇപ്പം ശല്യമൊന്നുമില്ലല്ലോ, അതൊരു സമാധാനം തന്നെ, ഇനിയിപ്പോൾ അവൻ ആരെങ്കിലും തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാവോ എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ
അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവളങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ പ്രകാശിന് അപ്പോൾ ചെറിയൊരു സംശയം അങ്ങനെ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ അവിടെ വന്ന് നിന്നിട്ട് എന്തായാലും അഭിനയിച്ച് തകർക്കാം, കുറെ കരഞ്ഞത് കൊണ്ട് കണ്ണീരൊന്നും ക്ഷാമമുണ്ടാകില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് വേഗം തന്നെ കിരണിന്റെ അരികിൽ, കിരണേ എന്താ പറ്റിയത്, എന്താ രതീഷ് വന്ന് പറഞ്ഞു കല്യാണിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് കൂടെ ഓടി വന്നതാണെന്ന് പറയുന്നുണ്ട്. അതെ, കല്യാണിക്ക് വയറ്റിൽ കത്തിക്കൊണ്ട് കുത്തേറ്റു. ആരാ ചെയ്തതെന്നറിയോ? നിന്റെ തന്ത പുറത്തിറങ്ങിയിട്ടില്ലേ ജയിലിൽ നിന്ന്, അയാളാണ് അത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതത്തോടു കൂടി സംസാരിക്കുകയും അങ്ങനെ അവൾ വിഷമം നടിക്കുകയും ചെയ്യുകയാണ്. അയ്യോ കല്യാണിക്ക് എന്താ പറ്റിയത്? അപ്പോൾ അവിടെ നിന്ന് കല്യാണി ഇങ്ങനെ സരു ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഹരിസാറ് പറയുന്നുണ്ട്, ഇപ്പം എന്താ കരഞ്ഞിട്ട് കാര്യം? അതെ, ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ ജയിലിലോട്ട് പോകേണ്ട സമയത്ത് കാര്യങ്ങളൊക്കെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. നിനക്കും നിന്റെ കുഞ്ഞിനും രണ്ടമ്മമാർക്കും അഭയം തരുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ കിരണും കല്യാണിയും ആണെന്നുള്ള കാര്യം. അപ്പോൾ അത് നീ അയാളെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നെങ്കിൽ അയാൾ ഇതിൽ നിന്നൊക്കെ പിന്മാറ്റേണ്ടത് നിന്റെ കടമയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സരുവിനോട് പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നടന്നത് എന്തായാലും നടന്നു. അയാൾ എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഞാൻ കൊല വിളിക്കും, അത് ഉറപ്പാണ് എന്തായാലും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. എന്തായി ഡോക്ടറെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കിരൺ ആ ലേഡി ഡോക്ടറോട്. അപ്പോൾ പറയുന്നുണ്ട്, ഒന്നും പറയാറായിട്ടില്ല കിരണെ, എന്തായാലും കരളിന് മുറിവേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ കിരൺ സഹിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയു വേഗം തന്നെ അമ്മയുടെ താരയുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ താരയാണെങ്കിൽ ചെടിക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സരയു വന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾക്കൊരു സങ്കട വാർത്തയുണ്ട്, എനിക്കതൊരു സന്തോഷ വാർത്തയായിട്ടാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ മറ്റേ മകളുണ്ടല്ലോ കല്യാണി, അവൾ ആശുപത്രിയിലാണ്, കുത്തേറ്റിട്ടാണെന്ന് പറഞ്ഞു. ആരാ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താര കരഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അവിടെ ഒരു അമ്പലം അടഞ്ഞു കിടന്നായിരുന്നു, എന്നാലും അതിൽ പൈസ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അവൾ അങ്ങനെ മരിച്ചു പോണേന്ന്. കാരണം അവൾ മരിച്ചാല എനിക്ക് ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ, അവളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ആ മോളെ പറ്റി അങ്ങനെയൊന്നും പറയില്ല, പാവമാണ് കല്യാണി മോള് എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ താര. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പാവം, എൻ്റെ ജീവിതം തകർത്തത് അവളാണ്, അപ്പം മോളുടെ അച്ഛനായിരിക്കും അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് താര. അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ എൻ്റെ സരയിൽ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ എല്ലാവരും നിൽക്കുന്നൊരു ഹരിസാറും കിരണും കാദംബരിയും കാർത്തികയും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് രതീഷും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്ക്, ഹരിസാറിനോട് പറയുന്നുണ്ട്. ഹരിസാറെ, ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും സാർ ഇവിടെ ഉണ്ടാകണം, പിന്നെ ഞാനും രതീഷും കൂടി പുറത്തേക്ക് പോയിട്ട് വരാം, എന്തായാലും അവനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവനെ കൊന്നു കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്, രതീഷും അതുപോലെ കിരണും കൂടിയിട്ട്. അങ്ങനെ അതിനുശേഷം അവരാണെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഓരോരുത്തർ ക്യാമറയൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ലാപ്ടോപ്പിൽ അങ്ങനെ നോക്കിയിട്ട് കിരൺ നിൽക്കുകയാണ്. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം സോഡ സർവത്തോ എന്തോ മേടിച്ചു കൊണ്ട് വരികയാണ് നമ്മുടെ രതീഷ്. അപ്പം അങ്ങനെ ഇത് കുടിക്ക് സാറേ, കുറേ നേരമായില്ലേ അലയുന്നു എന്ന് പറയുന്നു. എനിക്കൊന്നും കുടിക്കണ്ട, എനിക്കെന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ, അയാൾ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്തണം, അയാൾ ഏതോ ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് പോയിട്ടുള്ളത്, അത് ഇതിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവിടേക്ക് ഒരു ഓട്ടോക്കാരൻ വരികയാണ്. ആ ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ നമ്പറിലുള്ള ഓട്ടോ ആ സ്റ്റാൻഡിൽ ഓടുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സാറേ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം അയാളെ കുറിച്ചുള്ള തെരച്ചിലും കാര്യങ്ങളിലും കിരണും അതുപോലെ രതീഷും നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്